ധനുഷ, ഇസ്രായേലിന്റെ ആക്രമണം ലെബനനിൽ വലിയ തോതിൽ, അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം ഉള്ള അറ്റാക്ക് അവിടെ ലെബനനിൽ യുദ്ധമായി. ഇസ്രായേൽ അത് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇനി ലക്ഷ്യം വെക്കുന്നത് ലെബനനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹമാസിന്റെ കാര്യത്തിൽ തീരുമാനമായി, ഞങ്ങൾ ലെബനനാണ് ഇനി ലക്ഷ്യം വെക്കുന്നത്, കരയുദ്ധം ആരംഭിക്കും എന്ന് അവർ പറയുകയും ചെയ്തിട്ട് യുദ്ധം തീരാതെ പിന്നോട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച്? ഈ എല്ലാവരും പറയുന്നത് ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെന്നാണ്. പക്ഷെ ആക്രമണമല്ല, ഇത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞു. ഈ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇത് പോയി കഴിയുമ്പോൾ ഈ ഒരു ഹമാസിന്റെ കാര്യം ഏകദേശം തീരുമാനമായി. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, യഹിയ സിൻവാർ അല്ലേ, യഹിയ സിൻവാർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ ഹമാസ് പറയുന്നത് ഇല്ല, ഞങ്ങളുടെ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടിട്ടില്ല, യഹിയ സിൻവാർ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ്. പക്ഷേ ഇസ്രായേൽ തറപ്പിച്ച് പറയുന്നു യഹിയ സിൻവാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IDF അവന്റെ മൃതദേഹത്തിനായിട്ടുള്ള സെർച്ചിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. യഹിയ സിൻവാർ ഇസ്രായേലിന്റെ നോട്ടമിട്ട് വെച്ച ഏറ്റവും വലിയ ഭീകരനായിരുന്നു, ഹമാസിന്റെ ഏറ്റവും വലിയ തലവനായിരുന്നു. യഹിയ സിൻവാർ ബങ്കറിനകത്തിരിക്കുകയായിരുന്നാലും നമ്മൾ നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം പുള്ളി മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. മരണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാലേ എന്താ അറിയാമോ ചേട്ടാ, ഇസ്രായേല് ഈ ദോഹയിൽ വെച്ച് ഇവര് ഒരു വെടിനിർത്തൽ കരാറിനായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പോയി. ഖത്തറും ഇവര് ബാക്കി എല്ലാവരും കൂടി ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് പോയി. അന്ന് ഇസ്രായേൽ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് ഗാസ സ്ട്രിപ്പിൽ ഞങ്ങൾക്ക് നിരീക്ഷണം വേണം, പിന്നെ ഹമാസ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറണം, ആയുധം വെച്ച് കീഴടങ്ങണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഹമാസ് അതിന് തയ്യാറായില്ല, വീണ്ടും യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഹമാസ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വെടിനിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെടിനിർത്താമെന്ന് പറഞ്ഞപ്പോൾ അതിലും കടുകട്ടിയായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളാണ് ഇസ്രായേൽ മുന്നിലേക്ക് വെച്ചത്. അതിലും കടുകട്ടി എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ ബന്ദികളെല്ലാം ഞങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു. എല്ലാവരും ഇപ്പോൾ തിരിച്ചു കിട്ടണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗാസ സ്ട്രിപ്പിൽ നമ്മൾ നിരീക്ഷണം മാത്രം പോലെ പുതിയ ഭരണകൂടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ഭരണകൂടം തന്നെ വേണം, പിന്നെ നിങ്ങളുടെ കോറിഡോറുകളെല്ലാം ഞങ്ങൾ നിരീക്ഷണത്തിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിനുശേഷമാണ് ഈ യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ഇസ്രായേൽ ഹമാസിനെ സത്യം പറഞ്ഞാൽ നടു ഒടിച്ചിട്ട് കളഞ്ഞു. ഇനി ഹമാസിന് ഉയർന്നു വരണമെങ്കിൽ ഹമാസിനുള്ളിൽ നല്ലൊരു നേതാവ് ഉയർന്നു വരണം. പക്ഷേ ഇസ്രായേൽ, ഞാൻ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസിനെ ശക്തമായിട്ട് നിരീക്ഷിക്കുന്നു. ഒരു ഭീകര സംഘടനയെ എങ്ങനെ കൃത്യമായിട്ട് ന്യൂട്രലൈസ് ചെയ്ത് കളയാമെന്ന് ഹമാസിലൂടെ ഇസ്രായേൽ നമുക്ക് കാണിച്ചു തന്നു. ഹമാസിനെ എങ്ങനെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത്? ഹമാസിന് 1 വർഷത്തോളം നടന്ന നീണ്ട യുദ്ധത്തിനൊടുവിൽ ഹമാസിന്റെ സകല തലവന്മാരെ വധിച്ചു കളഞ്ഞു. ഇസ്മയിൽ ഹനിയൽ ഇനി അടുത്ത ആൾ ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇസ്രായേൽ, ചേട്ടൻ അറിയാലോ, ഇസ്രായേൽ അവരെന്ത് മനസ്സിൽ ചിന്തിക്കുന്നു എന്നുള്ളത് ആ മനസ്സിനകത്ത് കയറി അവർ ചിന്തിച്ച് തുടങ്ങുന്നുമ്പേ പിടിച്ചെടുക്കുന്ന ഒരു ടീമാണ്. അങ്ങനെ ഒരാൾ അതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ ഹമാസിന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനുള്ളിൽ ചാരന്മാർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, ഇസ്രായേലിന്റെ ചാരന്മാരുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരത് അറിയുമെന്നുള്ളതാണ്. ഇപ്പോ അത് കഴിഞ്ഞിട്ടാണ് ഹിസ്ബുള്ള ഭീകരർക്ക് നേരെ ആക്രമണം ഇസ്രായേൽ തുടങ്ങിയത്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി, ഇതാണ് നമ്മൾ പറയുന്നത്, സൈഡിൽ നിന്ന് തുടങ്ങി മൊത്തത്തിൽ തീർക്കുക എന്ന് പറയുന്നത്, വളഞ്ഞു പിടിക്കുക എന്നുള്ള കാര്യം പറയില്ലേ. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഹിസ്ബുള്ളയിൽ ഈ സമാനമായിട്ടുള്ള ആക്രമണം, ഹമാസിനെ എങ്ങനെയാണോ തീർത്തത് അതുപോലെ തന്നെ ഹിസ്ബുള്ളയും തീർക്കാനാണ് ഇസ്രായേലിന്റെ പദ്ധതി. അപ്പോൾ ഇസ്രായേല് ഇപ്പോൾ ഹിസ്ബുള്ള പറയുന്നത്, ഈ ലെബനോണിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഹിസ്ബുള്ള അവരുടെ ചരിത്രത്തിൽ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അവിടെ ലെബനോണിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ലെബനോണിലെ മാധ്യമങ്ങൾ, അൽ ജസീറ പോലുള്ള മാധ്യമങ്ങളൊക്കെ അറിയാലോ, ഒരു പ്രോ മുസ്ലിം, ഒരു പ്രോ ലൈനാണ്, അവരൊരു പ്രോ ലെഫ്റ്റ് ലൈനാണ്. അൽ ജസീറ മാധ്യമ പ്രവർത്തകരെ എല്ലാം തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. തിരഞ്ഞു പിടിച്ച് ഓഫീസൊക്കെ ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട്, അതായത് ക്യാമറകൾ എടുത്ത് ഈ നിമിഷം ഓഫീസിൽ നിന്ന് പുറത്ത് നിങ്ങൾ ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. കാരണം ഇസ്രായേലിന്റെ സംശയം എന്ന് പറഞ്ഞാൽ അൽ ജസീറ ഓഫീസുകളിൽ ഇവർ ഭീകരവാദികൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഇസ്രായേൽ. അങ്ങനെ സംശയമുള്ളത് കൊണ്ട് തന്നെ അറിയാലോ, ഈ ഭീകരന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ്, ഓഫീസ്, പിന്നെ ഈ മാധ്യമ സ്ഥാപനങ്ങൾ, പിന്നെ ഈ സ്കൂളുകൾ, ഇതൊക്കെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിലെ കഴിഞ്ഞ ദിവസം അൽ ജസീറ ചാനലിന്റെ ഓഫീസിൽ ഇവർ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. റെയ്ഡ് നടത്തിയിട്ട് അൽ ജസീറയെ മുഴുവനായിട്ടും അവിടെ നിന്നും പുറത്താക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ. ഗാസയിൽ നിന്നും ഇപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ ലെബനിൽ നിന്നും അൽ ജസീറയെ മുഴുവനായിട്ടും മാറ്റി നിർത്താനുള്ള തീരുമാനമാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ ആദ്യം ഇബ്രാഹിം അഖീൽ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവിനെ വധിച്ചു. ഇബ്രാഹിം അഖീൽ എന്ന് പറയുന്നത് 241 US പട്ടാളക്കാരെ വകവരുത്തുന്നതിൽ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രമായിരുന്ന ഒരാളാണ്. അയാളെ വധിക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല. ഇസ്രായേൽ പുഷ്പം പോലെ അവനെ തട്ടിക്കളഞ്ഞു. അമേരിക്ക $100
$70 ലക്ഷം $70 ലക്ഷം തലയ്ക്ക് വില പറഞ്ഞത്. ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഹിസ്ബുള്ളയുടെ തലവന്റെ പേര് നസറുള്ള എന്നാണ്. ഈ യഹിയ സിൻവാറിനെ പോലെ ഇനി അടുത്ത പിടിക്കേണ്ടത് നസറുള്ളയാണ്. ഈ നസറുള്ളയാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവൻ. ഇവനാണ് ഹിസ്ബുള്ളയുടെ ബുദ്ധി കേന്ദ്രം. ഇവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രണ്ടാമൻ, അതായത് നസറുള്ള ഇപ്പോൾ വധിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. നസറുള്ള വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഹിസ്ബുള്ളയുടെ തലവനാകേണ്ടത് അലി കരാക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അലി കരാക്കി എന്ന് പറഞ്ഞ ഭീകരൻ. അപ്പൊ ഈ അലി കരാക്കി ഇപ്പൊ എവിടെയാണ് എന്നുള്ള ചോദ്യം പല ആൾക്കാരും ഉയർത്തുന്നുണ്ട്. അലി കരാക്കിയെ കാണാനില്ല. അലി കരാക്കി തട്ടി. അലി കരാക്കിയെ ഇസ്രായേൽ തട്ടി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അത് ഹിസ്ബുള്ള പോലും അറിഞ്ഞിട്ടില്ല. ഹിസ്ബുള്ള പറയുന്നത് ഇല്ല, അലി കരാക്കി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ ചിലപ്പോൾ മൊസാദിന്റെ ആൾക്കാരായിരിക്കും ഇവന്മാര് ഹിസ്ബുള്ളയുടെ ആളാണെന്ന് പറഞ്ഞ് കൊടുത്തയച്ചത്, സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിക്കണമെന്ന് പറഞ്ഞ് അലി കരാക്കിയെ തട്ടി. ഇപ്പൊ അതാണ് ഈ നിമിഷം ഞാൻ പറഞ്ഞു. ഓരോ നിമിഷം കഴിയും തോറും അവിടെ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഹിസ്ബുള്ള അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ വലിയ വാർത്തയാകുന്നില്ല. കാരണം കാര്യമായിട്ടുള്ളൊരു ആക്രമണം അങ്ങോട്ടേക്ക് നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ നിമിഷം കഴിയുന്തോറും ഓരോ നേതാക്കന്മാരും ഞൊടിയിടയിൽ വെച്ച് തട്ടിക്കളയുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഈ അലി കരാക്കി എന്ന് പറയുന്ന അയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അത് ഹിസ്ബുള്ള സമ്മതിച്ചിരുന്നില്ല, പക്ഷേ ഇസ്രായേൽ അത് IDF അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ ഹിസ്ബുള്ളയുടെ ഇനി തലവനായിട്ടുള്ള നസറുള്ളയാണ് ഇനി അവശേഷിക്കുന്നത്. ഈ നസറുള്ളയെ കൊല്ലുന്നതിന് മുമ്പ് ഈ മുഴുവൻ കമാൻഡർമാരെയും ഇവർ കൊന്നു തുടങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഉന്നത കമാൻഡർമാരായ ഇബ്രാഹിം അഖീലിന് ശേഷം അഹമ്മദ് വാഖ്ബി എന്ന് പറയുന്ന വേറൊരു കമാൻഡറെ വധിച്ചു കഴിഞ്ഞു. റിവേഴ്സ് വരിക, സാധാരണ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ട് വരിക. കാരണം ടോപ്പിൽ നിന്ന് വലിയൊരു ബുദ്ധിയാണിത്. കാരണം നസറുള്ള കൊന്നു കഴിഞ്ഞാൽ അടുത്ത ഇവൻ തലവനാവില്ലേ? താഴെന്ന് മുഴുവൻ ആൾക്കാരെയും കൊല്ലണം. ഇനി നസറുള്ളയെ കൊന്നു കഴിഞ്ഞാൽ ഒരുത്തൻ തലവനാവാൻ അതിന്റെ ഉണ്ടാവാൻ പാടില്ല. ഈ വംശത്തെ തന്നെ പൂർണ്ണമായിട്ട് അഴിച്ചു കളയുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് ഇനി അവൻ ഉണ്ടാകാൻ പാടില്ല. നസറുള്ള ആദ്യം തട്ടിക്കഴിഞ്ഞാൽ ഈ അലി കരാക്കി തലവനാവും. അങ്ങനെ ഈ തലവന്റെ പവർ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഈ അലി കരാക്കി രണ്ടാമനാണ്. തലവനായി കഴിഞ്ഞാൽ നസറുള്ളയെക്കാട്ടിലും മികച്ചൊരുത്തനാണ് അലി കരാക്കി എങ്കിലും മനസ്സിലായി. ഇത് കൂടുതൽ നമുക്ക് തലവേദന എടുക്കാൻ വയ്യാന്ന് അലി കരാക്കിയെ തട്ടിക്കളഞ്ഞു എന്നാണ് അറിയാനായിട്ട് ഇപ്പോൾ മുതിർന്ന അലി കരാക്കിയുടെ കൂടെ ഉണ്ടായിരുന്ന മുതിർന്ന കമാൻഡർമാരെ എല്ലാം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു. അവരുടെയൊക്കെ പേരുകൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഇവരുടെ കൂടെ കമാൻഡറുകളാണ്, അവരെ വധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒക്ടോബർ 7 ഉണ്ടല്ലോ. ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം ഹമാസ് ഇസ്രായേലിലേക്ക് തുരിതുര മെസ്സേജ് അയച്ചതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഒക്ടോബർ 7 ഹമാസ് മെസ്സേജ് അയച്ചു. ഒക്ടോബർ 8 ഇസ്രായേലിലേക്ക് ഈ അലി കരാക്കി ഒരുപാട് മെസ്സേജുകൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവർ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെല്ലാം അവർ നോട്ട് ചെയ്ത് വയ്ക്കും. അതിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു. അപ്പൊ ലെബനന്റെ തെക്കൻ മേഖലയിലുള്ള നിയന്ത്രണമാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത്. അലി കരാക്കി എന്ന് തെക്കൻ മേഖല മുഴുവൻ ലെബനനിൽ നിയന്ത്രിച്ചിരുന്ന ഒരു ഭീകരനായിരുന്നു. സൗത്ത് കമാൻഡ് തലവനായിരുന്നു ഈ അലി കരാക്കി എന്ന് പറയുന്നത്. നാസർ റീജിയന്റെ ഡിവിഷൻ ഹെഡായിരുന്നു ഈ അലി കരാക്കി. പോരാത്തതിന് ഇനി ഹിസ്ബുള്ളയ്ക്ക് ഒരേ ഒരു നേതാവ് കൂടെയുള്ളൂ. അലി കരാക്കി ഇവിടെ മരിച്ചു കഴിഞ്ഞ ശേഷം ഒരേ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ഇപ്പം നോർത്തേൺ ആരോസ് എന്നാണ് ഇസ്രായേൽ ലെബനനിൽ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ ഇട്ടിരിക്കുന്ന പേര്, നോർത്തേൺ ആരോസ്. ലെബനനിൽ കയറി അടിക്കുന്ന ഇപ്പോൾ മരണസംഖ്യ 500 കടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി മാത്രം 247 പേരെയാണ് ഇസ്രായേൽ ലെബനനിൽ വധിച്ചിരിക്കുന്നത്. കൂടുതലും സിവിലിയൻസ് ആണ്. കാരണം ഈ സിവിലിയൻസിന്റെ ഇടയിൽ ഹിസ്ബുള്ളയുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം. അത് വെച്ച് ഇവർ ഇരവാദം മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. ലെബനൻ ഇരവാദം ആളുകളെ കവചമാക്കി. അതെ. അതിപ്പോ സ്വാഭാവികമായിട്ടും ഹമാസും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫണ്ട് എന്താ മോശമാണോ? നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫണ്ട് കുട്ടികളെയല്ലേ മുമ്പിൽ എടുത്തു നിർത്തുന്നു, കുട്ടികളെ, സ്ത്രീകളെയും. അവരും പലരും കുന്തിരിക്കുകയും മറന്നുപോയും. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ ആദ്യം തെക്കൻ ലെബനനിൽ മാത്രമാണ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ഇപ്പൊ കിഴക്കൻ ലെബനനിലും ആക്രമണം നടത്താനായിട്ടുള്ള പദ്ധതി ഇസ്രായേൽ ഇട്ടിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ജിഹാദ് കൗൺസിലിലെ മുതിർന്ന അംഗം കൂടെയാണ് ഇയാളെന്ന് പറയുന്ന അലി കരാക്കി എന്ന് പറയുന്നത്. ആ ഒരു ലോസ് ഹിസ്ബുള്ള ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉന്നത സൈനിക യോഗം ഹിസ്ബുള്ള ഇപ്പം ഇതിനെ തുടർന്ന് വിളിച്ചിട്ടുണ്ട് എന്നറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇസ്രായേൽ കാരണം അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഒന്നും പിടിച്ചു നിൽക്കാനായിട്ട് ഹിസ്ബുള്ളയ്ക്ക് സാധിക്കില്ല. ഇവരിപ്പോഴും പേജറും കാര്യങ്ങളും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഈ തെക്കൻ ലെബനനിലെ സൈനിക പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അത് US-ഉം ഇവരും തമ്മിൽ നല്ല
ടേംസിലായിരുന്ന സമയത്ത് US കരാക്കിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ അലി കരാക്കി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ US ഇസ്രായേലിന്റെ കൂടെയാണല്ലോ. ഇസ്രായേൽ ഇപ്പൊ US കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രസമാണ്. US എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആക്രമണം അങ്ങോട്ട് നടത്തുമ്പോൾ US പറയും സംയമനം പാലിക്കണം, നിങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങൾ അടിക്കരുത്. ഇറാന്റെ അടുത്ത് പോയി പറയും അടിക്കരുത്, അടി തുടങ്ങരുത്, പശ്ചിമേഷ്യയിൽ നമ്മൾ സമാധാനം വേണം. എന്നാൽ ഇസ്രായേലിന്റെ കൂടെ ചേർന്ന് നിന്ന് ഏറ്റവും കൂടുതൽ യവന്മാർക്കെതിരെ മെസ്സേജ് വിടുന്നത് US ആണ്. നമുക്ക് കണ്ടതാണ്. ഇപ്പൊ ഹമാസും ഇസ്രായേലുമായിട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരുന്നപ്പോ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഇവിടെ ഏറ്റവും വലിയ ഷിപ്പ് പടക്കപ്പൽ വന്ന് നിങ്ങൾ ഹമാസിനെ ഡീൽ ചെയ്തോ ഹിസ്ബുള്ളെ ഡീൽ ചെയ്തോ, സിറിയയിലെ ഹൂതി വിമതനെ ഞങ്ങൾ അടുത്ത അവന്മാർക്കാണ് കേട്ടോ, അടുത്തടി അവന്മാർക്കാണ്. ഹിസ്ബുള്ളയെ കൂടെ ഈ നസറുള്ളയെ കൂടെ വധിച്ചു കഴിഞ്ഞാൽ അടുത്ത സിറിയയിലോട്ടാണ് ഇസ്രായേൽ കയറാൻ പോകുന്നത്. സിറിയയിലോട്ട് ഇസ്രായേൽ കയറി. കാരണം ഇസ്രായേൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ശക്തി പ്രകടിപ്പിക്കുകയാണ്. ഈ യുദ്ധങ്ങളെല്ലാം ഇപ്പം ഹമാസിനെ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ജയിച്ചു എന്ന് പറയാം. ഹിസ്ബുള്ളയെ ഇനിയിപ്പോൾ ഇസ്രായേൽ ഉടനെ ജയിക്കും. അത് കഴിഞ്ഞ് ഇസ്രായേൽ സിറിയയിലോട്ട് കയറും. അപ്പോൾ ഇറാൻ ഇവരുടെ അടുത്ത യുദ്ധത്തിന് വരാതിരിക്കുക. കഴിഞ്ഞ ദിവസം അയത്തുള്ള ഖമീനി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇവർ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് ഞങ്ങളെ യുദ്ധത്തിലേക്ക് ഇറക്കാനായിട്ടുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചത്താലും ഞങ്ങൾ ഇറങ്ങൂലടാന്ന്. കാരണം ഇസ്രായേലിന്റെ കൂടെ ഇനി ഇറാൻ അവിടെ യുദ്ധം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇറാനും കൂടെ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ, ഇറാനും കൂടെ പൊട്ടിപ്പാളീസായി കഴിഞ്ഞാൽ ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ ഉയർന്നു കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ അങ്ങനെ ഇസ്രായേൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഉയരാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടെ അതിനകത്ത് ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ അലി ഖരാക്കിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? അലി ഖരാക്കിക്ക് ഒരു ചിത്രമില്ല. നമ്മൾ യഹിയ സിൻഹാറിന്റെയും പിന്നെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഇബ്രാഹിം അഖീലിന്റെ ഒക്കെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഒരു പ്രത്യേകത, ഇവനൊരു പൊതു ചിത്രമില്ല എന്നുള്ളതാണ്. ഇവന്റെ ഫോട്ടോ ഇല്ല, ഇവനെ ആരും കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ആരും കാണാത്ത ഒരുത്തനെയാണ് ഇസ്രായേൽ വധിച്ചത്. ആരും കാണാത്ത ഒരുത്തനെ ഇസ്രായേൽ വധിക്കണമെങ്കിൽ ഇസ്രായേലിന്റെ സെറ്റപ്പ് എത്ര ഗംഭീരമായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ. പിന്നെ ഈ ശുക്കറിന്റെയും അഖിലിന്റെയും കൊലപാതകങ്ങൾക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സ്ഥാപക അംഗമാണ് ഇയാൾ. ഇവനാണ് ഹിസ്ബുള്ള സ്ഥാപക അംഗമാണ് എന്ന് പറഞ്ഞൊരു സവിശേഷത കൂടെ ഇയാൾക്കുണ്ട് എന്നുള്ള ഒരു. അപ്പൊ ഈ അഖീലിനും ഈ മറ്റേ കൊല്ലപ്പെട്ടവന്റെ പേര് അഹമ്മദ് വാഹബിക്കും പിന്നെ ഈ ശുക്കറിനും ഇവന്മാരുടെ എല്ലാം കൂടെ സമാനമായിട്ടുള്ള പദവി വഹിക്കുന്ന ലാസ്റ്റ് വ്യക്തിയായിരുന്നു ഇയാൾ. ഇനി ഇത്തരത്തിൽ പദവി വഹിക്കുന്ന ഒരാളില്ല, ഈ ഒരു പവറുള്ള ഒരാളില്ല. ഇനി നസറുള്ളയാണ് ലാസ്റ്റ് വാക്കായിട്ട് ഹിസ്ബുള്ളയിൽ നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനം വഹിച്ചിരുന്നത് ശുക്കർ എന്ന് പറയുന്ന ഒരുത്തനാണ്. ആ ശുക്കർ മരണപ്പെട്ടതിന് പിന്നാലെ ഈ കരാക്കി ആ പദവിയിൽ കയറുകയും ഇപ്പൊ കരാക്കിയും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന മണിക്കൂറുകളിൽ തന്നെ നമ്മൾ ഈ യുദ്ധം ഏത് രീതിയിലോട്ട് പോകുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നസറുള്ള കൊല്ലപ്പെടുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ നസറുള്ള ഇനി കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എഴുതിത്തരാം, ഉറപ്പായിട്ടും അടുത്തത് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് സിറിയയിലെ ഹൂതി വിമതരെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കണക്കിന് അത് നല്ലതാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ UAE-യുമായിട്ട് ഒരു കോറിഡോർ അവിടെ തുറന്നിട്ടുണ്ട്. ആ കോറിഡോറിൽ നമുക്ക് വലിയ പ്രാധാന്യമുള്ള കോറിഡോറാണ്. കാരണം UAE വഴി പശ്ചിമേഷ്യ വഴി നമുക്ക് യൂറോപ്പിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു കോറിഡോർ കൂടെയാണ്. അങ്ങനെ ഒരു കോറിഡോർ അവിടെ തുറന്നപ്പോൾ അവിടെ ഇന്ത്യയുടെ ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്നത് സൊമാലിയൻ കൊള്ളക്കാരും ഈ സിറിയയിലെ ഹൂതി വിമതരുമാണ്. ഇവന്മാർ രണ്ടുപേരാണ് ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഹൂതി വിമതർക്ക് പത്ത് കിട്ടിയാൽ അത് സൗദി അറേബ്യക്കും എന്താണ് വളരെ ആശ്വാസകരമായിരിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഹൂതി വിമതർക്ക് മെക്കയിലോട്ടൊക്കെ റോക്കറ്റ് അയച്ചു വിടാനായിട്ട് അങ്ങനെ യവന്മാർ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ യവന്മാരെ ഏറ്റവും വലിയ പ്രശ്നക്കാരാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് ഇസ്രായേൽ ആ ഒരു ഏരിയയിലൂടെ കൈവച്ച് കഴിഞ്ഞാൽ പശ്ചിമേഷ്യ ഏകദേശം ക്ലീൻ ആവും, ഇസ്രായേൽ വലിയ രീതിയിൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.